വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് ടൈം ആൻഡ് വർക്ക് നോക്കാം. RRB മാത്രമല്ല, SSC, മിക്ക IBPS എല്ലാ മിക്ക എക്സാമിനും ടൈം ആൻഡ് വർക്ക് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ടൈം ആൻഡ് വർക്ക് ഒന്ന് നോക്കാം. ഇന്ന് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. Question number 1. A takes twice as much time as B and thrice as much as C. To complete a piece of work. They together complete the work in one day. In what time will A alone complete the work? In what time A alone complete the work? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു വർക്ക് എന്താ ക്വസ്റ്റ്യൻ? A takes twice as much time as B. അപ്പോൾ B എത്ര ടൈം എടുക്കുന്നു അതിൻ്റെ 2 ടൈംസ് ആരെടുക്കും? A എടുക്കും. ആൻഡ് ത്രൈസ് ആസ് മച്ച് ആസ് C. C എത്ര ടൈം എടുക്കുന്നു അതിൻ്റെ 3 ടൈംസ് ആരെടുക്കും? A എടുക്കും അല്ലേ, കംപ്ലീറ്റ് ചെയ്യാൻ. എങ്കിൽ എന്താണ്? ദേ ടുഗദർ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 day. പക്ഷെ 3 പേരും കൂടെ ചേർന്നാലോ ഒരൊറ്റ ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കും. ഇൻ വാട്ട് ടൈം A എലോൺ കംപ്ലീറ്റ് ദ വർക്ക്. എങ്കിൽ A ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ A take twice as much as time as B and thrice as much as C എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്ക് C take X days എന്നെടുക്കാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് എഴുതുന്നില്ല, കാരണം MCQ ആണല്ലോ, നമുക്ക് അത്യാവശ്യമുള്ള സ്റ്റെപ്പ് മാത്രം ഞാൻ എഴുതുന്നുള്ളൂ. C take X days. A takes thrice as B. A take 3X days. A ബിയുടെ A ബിയുടെ ട്വൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ B ടേക്ക് എന്തായിരിക്കും? A ബിയുടെ ട്വൈസ്. അപ്പോൾ B എയുടെ ഹാഫ് അല്ലേ. B ടേക്ക് 3x/2 days. B എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് ആരെടുക്കുന്നത്? A അല്ലേ. നോക്ക് ഇനി പിന്നുള്ള സെൻറ്റൻസ് എന്താ? ദേ ടുഗദർ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 day. പക്ഷെ 3 പേരും കൂടെ വർക്ക് ചെയ്താലോ ഒറ്റ ദിവസം കൊണ്ട് തീരും. A's 1 day's വർക്ക് എത്രയാണ്? 1/3x. B's 1 day's വർക്ക് 1/3x/2, അതാണ് 2/3x. C's 1 day's വർക്ക് 1/x, that is equal to 1. Taking LCM, x common 3. 1, 2, 3, that is equal to 1. 1 plus 2 plus 3, that is 6. So x is equal to 2. 6 divided by 3. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് A മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. A ഒറ്റയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? സോ A take 3 into 2, 6 days.
A take 3 into 2, that is 6 days. Answer 6. Next question. A and B can do a work in 20 days and 30 days. A and B can do a work in 20 days and 30 days respectively. A worked for 5 days. Then A goes away. In how many days will B finish the remaining work? How many days will B finish the remaining work? ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്താ പറയുന്നത്, A 20 days എടുക്കും, B 30 days എടുക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് തുടങ്ങി. പക്ഷേ എന്ത് ചെയ്തു, 5 days കംപ്ലീറ്റ് ചെയ്തപ്പം A അങ്ങ് പോയി അല്ലേ. അപ്പോൾ ബാക്കി ആര് ചെയ്യണം? B ഒറ്റയ്ക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ B ഫിനിഷ് ദ റിമൈനിങ് വർക്ക്? ബാക്കി വർക്ക് B ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യാൻ, അത് കംപ്ലീറ്റ് ആകാൻ B എത്ര ദിവസം എടുക്കും? അതാണ് ക്വസ്റ്റ്യൻ. A's 1 day's വർക്ക് നമുക്കറിയാം എത്രയാണ്? 1/20. B's 1 day's വർക്ക് 1/30. A's 1 day's വർക്ക് 1/20. അപ്പം അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്തു? 5 days. നമുക്ക് 5 daysൽ വർക്ക് കാണാം. A's 5 days വർക്ക്. ഇത് 2 സ്റ്റെപ്പ് എഴുതാതെ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് 2-3 സ്റ്റെപ്പ് എഴുതി പറയാം. 5/20 ദാറ്റ് ഈസ് 1/4. ഓക്കെ. റിമൈനിങ് ഇപ്പോൾ 1/4 വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി ബാക്കി എത്രയുണ്ട്? റിമൈനിങ് വർക്ക് എത്രയാണ്? വർക്ക് ഫുൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എത്ര എടുക്കുന്നത്? 1. റിമൈനിങ് വർക്ക് ഈസ് ഈക്വൽ ടു 1 minus 1/4. 4 minus 1 4. 3/4. ഈ 3/4 വർക്ക് അല്ലെങ്കിൽ 3/4 വർക്ക് ആര് കംപ്ലീറ്റ് ചെയ്യണം? B ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ B's 1 day's വർക്ക് എത്രയാണ്? 1/30 അല്ലേ. B take days. മുകളിലോട്ട് എഴുതാൻ സ്ഥലമില്ല. B's 1 day's work 1/30. Number of days taken by B to complete the work. B take 3/4 divided by 1/30 days അല്ലേ. That is 3/4 into 30. 2 15 into 3 45.
22 and 1/2 days. Next question. A work can be completed by 26 men in 17 days. To complete the work in 30 days. To complete the work in 13 days. The number of additional men. Required. That's question. Is. Okay. All option ഉണ്ട്. A work can be completed by 26 men in 17 days. 26 men 17 days കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 13 days. പക്ഷെ അത് 13 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം മെന്നും ഡേയ്സും അതെപ്പോഴും എന്താണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ലേ. ആൾക്കാർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ദിവസം കുറച്ച് മതി, ആൾക്കാർ കുറവാണെങ്കിലോ ദിവസം കൂടുതൽ വേണം. അതുകൊണ്ടാണത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയത്. അപ്പോൾ ഇവിടെ 26 men ആണെങ്കിൽ 17 days കൊണ്ട് തീർക്കും. പക്ഷെ 13 days തീർക്കണമെങ്കിൽ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ എത്ര പേര് വേണം, അഡീഷണലായിട്ട് നമുക്ക് എത്ര പേരൂടെ വേണം 13 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അതാണ് ക്വസ്റ്റ്യൻ. men days. ഇവിടെ 26 മെന്നിന് എത്ര ഡേയ്സ് വേണം? 17. 13 ഡേയ്സിലേക്ക് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആകുമ്പോൾ 26/x നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് എടുക്കുക. 13/17. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് x is equal to 17 into 26 divided by 30. 34. ഫസ്റ്റിൽ എത്ര ഉണ്ടായിരുന്നു? 26 men. 13 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര പേര് വേണം? 34 വേണം അല്ലേ. നമ്പർ ഓഫ് എക്സ്ട്രാ മെൻ അല്ലെ അഡീഷണൽ മെൻ എന്ന് എഴുതിയിട്ട് എന്ത് എഴുതണം? 34 മൈനസ് 26 ദാറ്റ് ഈസ് 8. മെന്നും ഡേയ്സും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. 26 മെന്നിന് 17 days, 13 ഡേയ്സിലേക്കുള്ള മെൻ നമുക്കറിയില്ല, തൽക്കാലം എക്സ് എന്നിടുക. നമ്മൾ ഇങ്ങോട്ട് ആര് കൊടുക്കും? ഇത് മുകളിലോട്ട് കൊടുക്കും, ഇൻവേഴ്സ് ആയതുകൊണ്ട്. 26/x എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ എഴുതണം? 13/17. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് x is equal to 34. നമ്പർ ഓഫ് എക്സ്ട്രാ മെൻ -34 -26. That is 8. Answer is 8. Question number 4. A and B together can a work in 72 days.
B and C can do it in 120 days. And A and C together can do it in 90 days. A alone, in how many days? A alone can do it. എയും ബിയും കൂടെ ചേർന്നാൽ ഒരു വർക്ക് 72 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആകും. ബിയും സിയും ആണെങ്കിലോ 120, എയും സിയും ആണെങ്കിലോ 90 ഡേയ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക്, എ മാത്രമായിട്ട് ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇങ്ങനെ വരുന്ന കേസിൽ അത് എ പ്ലസ് ബി പ്ലസ് സീസ് 1 days വർക്ക് നോക്കണം. A and B take 72 days. B and C take A plus B's 1 day's work. One by 72. B plus C's 1 day's work. 1 by 120. A plus C's 1 day's work. 1 by 90. A plus B plus C's 1 day's work. ഇതാണ് കാണേണ്ടത്. നിങ്ങൾ ആദ്യം ഹാഫ് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് മൂന്നും കൂടെ അങ്ങ് പ്ലസ് ചെയ്താൽ മതി. 1 by 72. ഇത് തന്നിട്ടുണ്ടല്ലോ, എ പ്ലസ് ബി ടേക്ക് 72 ഡേയ്സ്. ഇപ്പോൾ 1 days വർക്ക് എന്ന് പറയുമ്പോൾ 1 by 72. ഇത് മൂന്നും നോക്കുക. എന്നിട്ട് എ പ്ലസ് ബി പ്ലസ് സീസ് 1 days വർക്ക്. എ പ്ലസ് ബി പ്ലസ് സി അവർ 3 പേരും കൂടെ എത്ര ദിവസം എടുക്കും ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പം കണ്ടാൽ മതി. നമുക്കിപ്പോൾ ഇതിലതല്ല, എ എലോൺ, എ ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും എന്നാണ്. എ പ്ലസ് ബി പ്ലസ് സീസ് 1 days വർക്ക് കാണാൻ ഹാഫ് ഇൻറ്റു ഇങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളിവിടെ ഹാഫ് എഴുതുക. 1 by 72 plus 1 by 120 plus 1 by 90. That is half into 72, 120, 90. അപ്പോൾ LCM ഒന്ന് എടുക്കണം. 72, 120, 90. ഫോർ ആകുമ്പോൾ നമുക്ക് 4 അങ്ങ് എടുക്കാം. ശരിക്കും ഇങ്ങനെയാണ്, അറിയാമല്ലോ. 2 1 1 1 2 into 5 into 2 10, 10 into 4 40, 40 into 9 360. 1 by 72, 72 into 5, 120 into 3, 90 into 4, 3 24 40 30, 3 8 40 10, 2 4 25, 5 4 4 1, 2 2 2 1 2 1 1 1. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ട്വൽവ് 1 by 60.
അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പോൾ A + B + C 1 ഡേയ്സ് വർക്ക് എത്ര കിട്ടി? 1/60. അപ്പോൾ അവർ 3 പേരും കൂടെ ചേർന്നാൽ എത്ര ദിവസം എടുക്കും? അങ്ങനെയായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ എത്ര ദിവസം എഴുതിയാൽ മതി? ആൻസർ 60. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഹൗ മെനി ഡേയ്സ് A alone can do it, അല്ലേ? A ഒറ്റയ്ക്ക് ഈ വർക്ക് എത്ര ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കുന്നത്? അപ്പോൾ അവിടെ A ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ A + B + C 1 ഡേയ്സ് വർക്ക് കിട്ടി, അല്ലേ? അതിൽ A മാറ്റിയിട്ട് ബാക്കി 2 പേരാരാണ്? ബിയും സിയും. അപ്പോൾ B + C 1 ഡേയ്സ് വർക്ക് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. A alone take എന്ന് പറയുമ്പോൾ 1/60 മൈനസ് 1/120. 120 ഏതാണ്? B and C can do it in 120 days. അതുകൊണ്ടാണ് 1/. നമ്മൾ A + B + C 1 ഡേയ്സ് വർക്ക് ചെയ്യുന്ന B + C 1 ഡേയ്സ് വർക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A's 1 ഡേയ്സ് വർക്ക് കിട്ടും. സോ A take 120 days. ആൻസർ 120 days to finish the work. Question number 5. A cistern can filled in 2 taps. Filled by 2 taps. In 20 minutes and 30 minutes respectively. And can be emptied by a third tap. In 48 minutes. They are turned on at once. ഇതെല്ലാം കൂടെ ഒരുമിച്ച് തുറക്കുന്നു. 2 എണ്ണം ഫില്ല് ചെയ്യും, 1 empty ചെയ്യും, കളയും. At once. When will the cistern be? Half full. മൊത്തം ഫുൾ വേണ്ട, അതിൻ്റെ ഹാഫ് നിറയാൻ എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ 2 ടാപ്പ് ഒരു സിസ്റ്റം ഫില്ല് ചെയ്യണം. എങ്ങനെയാണ്? 2 ടാപ്സ് നിറയ്ക്കും. ഒന്ന് 20 മിനിറ്റ്സ് എടുക്കും, ഒന്ന് 30 മിനിറ്റ്സ്. പക്ഷെ അതേസമയം ഒരു ടാപ്പിലോ കൊണ്ടിരിക്കും വെള്ളം, അല്ലേ? എംറ്റി ചെയ്യും. അതിന് നമുക്ക് അങ്ങനെ 3 ഒരേ സമയത്ത് തുറന്നാൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? അത് ഹാഫ് ഫുള്ള്, അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ നേർപകുതി. ഫുള്ള് വേണ്ട, അതിൻ്റെ ഹാഫ് ഫുള്ളാകാൻ എത്ര ടൈം എടുക്കും? ഞാനൊറ്റ സ്റ്റെപ്പിലങ്ങ് എഴുതാം. ആദ്യം നമുക്ക് ഫുള്ളാകാൻ എത്ര ടൈം എടുക്കും നോക്കാം. അപ്പോൾ ആദ്യത്തെ 2 ഫില്ല് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ 1/20 + 1/30. മറ്റേത് എംറ്റി ചെയ്യുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഇടുന്നത്. ഇവിടെ നോക്കാം, LCM നോക്കാം. 20, 30, 40, 8, 5, 4, 6, 48, 2, 2, 3, 24, 2, 1, 3, 12,
3114. 4 into 3, 5 into 4, 20. 20 into 3 into 4, 12. 240. 20 into 12. 30 into 8. 48 into 5. 50. 15 by 240. നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. വൺ ബൈ 16. ശരിക്കും അത് ഫുള്ളാകാൻ എത്ര മിനിറ്റ് എടുക്കുമായിരുന്നു? 16 മിനിറ്റാണ് അല്ലേ? നമുക്കിവിടെ ഹാഫ് ഫുള്ളാകാൻ അപ്പോൾ എത്ര ടൈം എടുക്കണം? സോ ആൻസർ ഈസ് ഹാഫ് ഇൻറ്റു 16, 8 മിനിറ്റ്സ്. ഫുള്ളായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? 16 മിനിറ്റ്സ് എഴുതണം. ഹാഫ് ഫുള്ളായതുകൊണ്ടാണ് എൻ്റെ ടൈം പകുതി എടുത്തു, 8 മിനിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.